എവറി വൺ ഡേ. അപ്പോൾ നമ്മൾ രാവിലെ എന്ന് പറയാൻ പറ്റുന്നില്ല, ടൈം 11:30 ആയിട്ടുണ്ട്. ഷിയ പതിവ് കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്, കൊച്ചിനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഷിയ രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ കേക്കൊക്കെ വാങ്ങിച്ചോട്ട് വന്നിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് നമ്മുടെ ബേബിയുടെ 1st മന്ത് ആനിവേഴ്സറിയാണ്. ആനിവേഴ്സറി എന്ന് പറയാൻ പറ്റില്ല, 1st മന്ത്. അപ്പം നമുക്ക് എന്തായാലും ഇന്ന് വലിയ പരിപാടിയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ പൊന്നളിയാ 1 മന്ത് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഉറക്കിയിട്ടില്ല. കൊച്ചു ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. രാവിലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 6 മണിയൊക്കെ ആയപ്പോഴാണോ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് എനിക്ക് തോന്നുന്നു 6 മണി വരെ വൺ കരച്ചിലായിരുന്നു. പിന്നെ രാവിലെയാണ് കിടന്നുറങ്ങിയത്. പിന്നെ അത് ഇപ്പോൾ വീണ്ടും എണീറ്റിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1 മന്തിൻ്റെ ആയത് ചിലപ്പം ബർത്ത്ഡേ ആയതിൻ്റെ വല്ല ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ രാവിലെ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല, അതിൻ്റെ ഭയങ്കര ക്ഷീണമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബേബീനെ ഉണർത്തി ഇറിറ്റേറ്റ് ചെയ്യണം. ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ പോയി കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു 1st മന്ത് അല്ലേ, അപ്പോൾ സാധാ ഒരു കേക്ക് അതാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് അപ്പോൾ എനിക്ക് പ്ലം കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലം കേക്കാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്യും. പിന്നെ ചെറിയ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ, ഒരു കുഞ്ഞു വ്ളോഗ്. എല്ലാവരും കാണുവാണെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒത്തിരി വീഡിയോസൊക്കെ ഇത് വളരുന്നവരും നമുക്ക് അടിപൊളി വീഡിയോസൊക്കെ ഇടാനുള്ളതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിപ്പോൾ 40 വിളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ടാണ് വ്ളോഗ്സ്. ഇപ്പോഴല്ല, നമ്മളിപ്പോൾ പതിയെ അടങ്ങിയിരിക്കുന്നതേ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വ്ളോഗ്സ് തുടങ്ങുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുന്നില്ല. കിടുക്കാച്ച് വ്ളോഗ്സ് ഒക്കെ ഇനി കാണാതിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ പ്രൊമോഷൻസ് ഒക്കെ വന്ന് കുറച്ച് ഈ ബേബി വന്നപ്പോൾ തന്നെ നമുക്ക് ബേബീൻ്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് അറ്റൻഡ് ചെയ്തില്ല, വേണ്ടാന്ന് വെച്ച്. തുടക്കം തന്നെ ആയതുകൊണ്ട് ഇനി വേണ്ട. നമുക്കൊരു എന്തോ ഒരു ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് നമുക്ക് മെസ്സേജ് ചെയ്യണം, ഇന്നോല ഫോട്ടോസൊക്കെ എടുക്കണം, വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. കുഞ്ഞിനെ അവർക്ക് കുറച്ച് നേരത്തേക്ക് വേണം. നമ്മൾ റീൽസിലും കാര്യങ്ങളിലൊക്കെ ഈ കുഞ്ഞിനെ കുറച്ച് നേരത്തേക്ക് കൊടുക്കണം വീഡിയോ. അപ്പം നമുക്കൊരു ഇട്ട് കൊടുക്കാനൊരു മടി, അതുകൊണ്ട് നമ്മൾ അത് അറ്റൻഡ് ചെയ്തില്ല, വിട്ടേച്ച്. പിന്നെ നമുക്ക് വേറൊരു പ്രമോഷൻ വന്നിട്ടുണ്ട്, ഒരു ബിഗ് പ്രമോഷൻ, വലിയൊരു പ്രമോഷൻ. നമ്മൾ ഫാമിലി ആയിട്ട് നമ്മൾ 3 പേരും കൂടെ പോയിട്ട് ഒരു 1 സെറ്റപ്പ് ഒരു പ്രമോഷനാണ്. അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അവിടെ 2-3 വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു ബിഗ് ആയിട്ടുള്ള ഒരു പ്രമോഷനാണ്. അത് നിങ്ങൾക്ക് ഞങ്ങളെ വ്ളോഗിൽ തന്നെ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക. അപ്പോൾ നമ്മൾ ഒരേ ഭാഗമായിട്ടായിരിക്കും എടുക്കുന്നത്. ചെറുക്കൻ ഭയങ്കര കരച്ചില്ല. ഇങ്ങോട്ട് നോക്കിയാൽ വീഡിയോ എടുക്കുമ്പോൾ ചിരിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, നോക്കിക്കേ. ഒരു കരഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നോളൂ. അപ്പം നമുക്ക് പിന്നെ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇപ്പം എണീറ്റതേ ഉള്ളൂ. നല്ല സമയം കണ്ട. ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളൂ, കൊച്ചു ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. പിന്നെ ഷിയ രാവിലെ പോയെല്ലാം വന്ന് കേക്കും ചിക്കനും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനാണോ ഫുഡ് കഴിച്ചിട്ട് കുളിപ്പിക്കാനാണോ നോക്കട്ടെ. നമുക്ക് എന്താണെങ്കിലും അടുത്ത ഭാഗം കാണിച്ചു തരാം. ബേബി ഇവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ബേബിയുടെ 1st മന്ത് സെലിബ്രേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇവിടെ കണ്ടോ കൊച്ചിൻ്റെ തന്ത. ഇതല്ല ചിക്കൻ നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡ് അച്ചാർ ഒക്കെയാണ് നമുക്ക് ഇന്നത്തെ ഫുഡ്. അപ്പം ബേബിയുടെ ഇതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ചിക്കൻ കറിയാ, കറിയിൽ കുഴിച്ചിട്ടുണ്ട്. എനിക്ക് കാല് തരുമോ? ഞാൻ കൈ എടുക്കുക. അപ്പോൾ ഷിയ കൈ എടുത്തിട്ടുണ്ട്, ഞാൻ കാലെടുത്തിട്ടുണ്ട്. സലാഡ് കഴിച്ചോ.
തുടങ്ങാൻ പോവുകയാണ്. ഫസ്റ്റ് മന്ത് ആണ്. തൊപ്പിയൊക്കെ ഇനി എന്തിനാണ്? അത് എഴുന്നേറ്റിട്ട് അതൊന്നും വേണ്ടെന്നുള്ള മൈൻഡ് നിൽക്കുവോ? ഉറക്കത്തിൽ നിന്ന് പൊക്കി എഴുന്നേപ്പിച്ചോണ്ട് വന്ന കേക്ക് മുറിക്കാനായിട്ട് ഫസ്റ്റ് വന്നിട്ട് കണ്ട കറക്റ്റ്. ആ കൊച്ചൂല് ഇത്ര നന്നായിട്ട് കരയത്തില്ല. നമ്മുടെ ബേബിയുടെ ഫസ്റ്റ് മന്ത് ആനിവേഴ്സറി ആണ്. അപ്പൊ നമ്മളത് അത് അടിപൊളിയായിട്ടൊരു കേക്ക് ഒക്കെ കട്ട് ചെയ്ത് ആള് നല്ല മൂഡിലൊന്നുമല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേരത്തെ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഉറങ്ങുന്ന വാക്കിനെടുത്തോളം വന്നതാണ്. അതിന്റെ ഒരു കലിപ്പാണ്. അപ്പൊ നമ്മള് ചെറിയ കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ 1 മന്ത് നമ്മൾ ആഘോഷിക്കാൻ വേണ്ടി കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ. എന്തായാലും ഇതൊക്കെ തന്നെയാണ് കൊച്ചിനെ പേടിപ്പിക്കുന്ന കലിപ്പാണ് ബേബി. ആള് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടൊക്കെയാണ് നിൽക്കുന്നത്. ചിരി കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ഓണം വിഷുവണക്കൊക്കെ നമുക്കത് കാത്തിരിക്കണം, അങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പൊ ഇപ്പം ആള് സൈലന്റ് ഉറങ്ങിക്കോട്ടെ, അതാണ് നല്ലത്. ഞാനുണ്ടാക്കിയോ ഇത്. അപ്പൊ അതെ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോണ്. ചിലപ്പോ നമ്മള് രാവിലെ കൊച്ചു കുളിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷെ ആള് വേറെ മൂഡിലായിരുന്നോണ്ട് നമുക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മളിപ്പോ കേക്ക് കട്ടിയാനിത് ഒരുക്കി പറ്റിയ കുബേരന്റെ ദിലീപിന്റെ കൈയൊക്കെ ഇട്ടിരിക്കുന്നത് സെറ്റ് ആക്കി കൊണ്ടുവന്നു. പക്ഷെ ആള് ഞെരിവിരി ഉള്ളു വേണം, ഇരിക്കാൻ പോലും സമയമില്ല. പെട്ടെന്ന് കേക്ക് കട്ട് ചെയ്തു. നമുക്ക് അപ്പൊ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് പ്ലം കേക്ക് ആണ് ഇഷ്ടം. പ്ലം കേക്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിട്ട് ഞാൻ പ്ലം കേക്ക്. അപ്പൊ നമ്മള് ചെറിയൊരു സെറ്റപ്പിൽ എന്തായാലും നമ്മള് എല്ലാ മന്തും ആഘോഷിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ 1 മന്ത് ചെറിയ രീതിയിൽ അങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അപ്പൊ നമുക്ക് കേക്ക് കട്ടി, കേക്ക് മുറിച്ചോളൂ. അതെ, നമ്മള് കേക്ക് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ മുറിക്കാനായിട്ട് പെട്ടെന്ന് കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ട് കൊച്ചിന്റെ ഉടുപ്പൊക്കെ ഊരണ്ടാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റർബ് ആണ്. കൊച്ചിന് ഇതൊക്കെ ഡിസ്റ്റർബ് ആണ്. ഒന്നുമില്ല ഇപ്പൊ തീരും. മുറിച്ചു. അപ്പം എല്ലാരും കൈയടിക്കണം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. കേക്ക് കൊച്ചിനിട്ടുള്ളൂ വേണേ. അപ്പൊ ദുവാക്കും കൊടുത്തിട്ടുണ്ട്. മധുരമല്ല കൊച്ചിന് കൊടുക്കാൻ പറ്റും. കിട്ടിയ അപ്പൊ ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം വൈൻഡപ്പ് ചെയ്യാൻ ഒരു മൂഡിലല്ല. എന്നാലും ഞങ്ങൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞു. രക്ഷയില്ല. കൊച്ചും കൊച്ചിന്റെ പപ്പയും കൂടെ മൈപ്പിടുത്തം ഒരു രക്ഷയില്ല. നല്ല രക്ഷയില്ല. വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നമുക്ക് ഇത് ഭയങ്കര കൊച്ചിന്റെ കരച്ചിലായിട്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. ഭയങ്കര പണം. കൊച്ചു കരയാണ്ടിരുന്ന ഒരു കുഴപ്പമില്ല. പക്ഷെ കരച്ചിൽ കേട്ടോണ്ട് നിൽക്കാൻ ഭയങ്കര പാടാം. ഉണർന്നിരുന്നാലും കുഴപ്പമില്ല, കരയാതിരുന്നാൽ മതിയായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണാം. ലാ ഇലാഹ